സമയം 11:30 കഴിഞ്ഞു. പകലല്ല കേട്ടോ, രാത്രിയാണ്. പെട്ടെന്ന് ഗസ്റ്റ് വരുന്നു നെക്സ്റ്റ് ഡേ എന്നറിഞ്ഞപ്പോൾ ആദ്യം തന്നെ മൈൻഡിൽ ഓടി വന്നത് ഡെസേർട്ട് എന്തുണ്ടാക്കുന്ന. മാങ്ങ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ മാംഗോസ് ഉണ്ട്. മൽഗോവ മാമ്പഴമുണ്ട്, അൽഫോൺസ മാമ്പഴമുണ്ട്. അതിനാൽ അൽഫോൺസയ്ക്ക് മധുരം ഉള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് മാറ്റി കസ്റ്റഡ് ആക്കി. ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ ഓടിയെത്തുന്നത് എപ്പോഴും മെയിൻ ഡിഷ് ആയിരിക്കില്ല, ഡെസേർട്ട് ആയിരിക്കും. കാരണം ഡെസേർട്ട് ഉണ്ടാക്കാനാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ഞാൻ തലേന്ന് എല്ലാം സെറ്റാക്കി വെക്കും കേട്ടോ, പിറ്റേ ദിവസം ടെൻഷൻ ആവില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാം ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി പഞ്ചസാര പാനീയത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ കലക്കി വെച്ചു, വെനില എസൻസ്, പിന്നെ കുറച്ച് മാംഗോ പൾപ്പ്, കസ്റ്റർഡും റെഡിയാക്കിയിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ്. ഒരു 4-5 സ്പൂൺ ടേബിൾ സ്പൂൺ കസ്റ്റർഡിലേക്ക് കുറച്ച് പാലൊഴിച്ച് അതിൻ്റെ കട്ട മാറ്റി നന്നായി ഇളക്കി റെഡിയാക്കി ലമ്പൊക്കെ പോകുന്ന വിധത്തിലാക്കി സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതേപോലെ തന്നെ കോൺഫ്ലവറും ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ പാല് ഞാൻ കാച്ചാൻ വെച്ചു, അതിലേക്ക് ഒരു 3-4 സ്പൂൺ മതിയാകും. കാരണം ഞങ്ങൾ പഞ്ചസാര പാവ് കാച്ചിട്ട് അതിലേക്ക് ഈ കട്ട് ഫ്രൂട്ട്സ് ഇടാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് മധുരം ഓവർ ആവാതിരിക്കാനാണ് എൻ്റെ ഈ കണക്ക് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ മൈൽഡായിരിക്കും സ്വീറ്റ്നെസ്, ഓവർ സ്വീറ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കട്ട് ഫ്രൂട്ട്സ് റെഡിയാക്കി വെക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പാനീയം ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് പഴമുണ്ട്. ഒരു പഴം, ഒരു ആപ്പിൾ, ഒരു അൽഫോൺസ മാമ്പഴം, പിന്നെ ചെറീസ് കട്ട് ചെയ്തത്. ഇതൊക്കെയാണ് ഞാൻ ഫ്രൂട്ട്സായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഓറഞ്ച് ഗ്രേപ്സ് ഒക്കെ യൂസ് ചെയ്യാം, പുളിയും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പാല് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഈ മെൽട്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, പാലിൽ മിക്സ് ചെയ്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടി തട്ടി ഇളക്കിക്കൊണ്ടേയിരിക്കണം, അടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഇളക്കി വരുമ്പോൾ അത് കുറേശ്ശെ ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങുമല്ലോ. ആ സമയമാകുമ്പോൾ കോൺഫ്ലവർ ഒഴിക്കുക. ഞാൻ 1 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് വേണമെങ്കിൽ 2 സ്പൂണാക്കിയാൽ കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ അങ്ങനെ കട്ടിയായില്ല, ബട്ട് നോർമൽ ക്രീമി ടൈപ്പ് പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലോണം സെറ്റ് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കോൺഫ്ലവർ യൂസ് ചെയ്യാം. ഈ സമയത്ത് ബോയിലായിട്ട് പാല് പൊങ്ങും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ഇളക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഞാൻ പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ പൾപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പാലും കൂടെ ഇട്ടിട്ടൊന്ന് അടിച്ചാൽ ഇതുപോലെ കട്ടയായിട്ട് നിൽക്കില്ല. ഞാനത് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അൺടൈമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഉറക്കപ്പിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്. പക്ഷേ എന്നാലും എൻ്റെ എന്തോ അത് നന്നായി അലിഞ്ഞ് പാലിലേക്ക് യോജിച്ച് സെറ്റായി വന്നു കേട്ടോ. ചിലപ്പോൾ അത് സെറ്റായി വരില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ കുറേ നേരം ഇളക്കി അതങ്ങനെ ആ ഒരു തരിയൊന്നും ഇല്ലാതെ നീറ്റായിട്ട് വന്നു. കണ്ട് നല്ല സിൽക്കി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ വെനില എസൻസ് കുറച്ചൊരു 2 ഡ്രോപ്സ് ഒക്കെയാണ് ഇട്ട് കൊടുത്തത്. കൂടുതലായാലും അതിൻ്റെ ഒരു ഫ്ലേവർ അധികമായിട്ട് നിൽക്കും. ഇനി ഞാൻ പഞ്ചസാര പാനീയം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ 4-5 ടേബിൾ സ്പൂണിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പാനിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ മതി, ഒരുപാട് അങ്ങനെ പഞ്ചസാര പാനി ആക്കണം എന്നില്ല. ഷുഗർ സിറപ്പ് അങ്ങനെ കട്ടിയാവേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി ആറി തുടങ്ങുമ്പോൾ, നല്ലോണം ആറരുത്, പിന്നെ അത് മിക്സ് ആവില്ല. അപ്പോൾ ആറി തുടങ്ങുമ്പോൾ ഈ കട്ട് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം, സെറ്റാക്കി വയ്ക്കുക. ഇപ്പോൾ തന്നെ ഒരുവിധം ഇത് അധികം ചൂടൊന്നും ഉണ്ടാവില്ല, കാരണം ഫ്രൂട്ട്സ് എല്ലാം കുറച്ച് തണുപ്പുള്ളത് കൊണ്ട് അത്ര ചൂടുണ്ടാവില്ല. ഈ സമയത്ത് ഇതിനെ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാവാൻ വെക്കാം. അപ്പോൾ ഫ്രീസറിലേക്ക് വെക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഫ്രീസറിലൊക്കെ വെച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ലിഡ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതായിട്ട്, അതുകൊണ്ടാണ് അതിൽ സ്റ്റിക്കർ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകി ആ സ്റ്റിക്കർ പോകാൻ കുറച്ച് ദിവസങ്ങൾ പിടിക്കും, അതുകൊണ്ടാണ്. അപ്പം ഇത് സെറ്റായി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കസ്റ്റർഡിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു വലിയൊരു ബേസിനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്, പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണമല്ലോ പോയി കിടന്ന് ഉറങ്ങാൻ, അതുകൊണ്ട്. അപ്പോൾ അത് തണുത്ത് സെറ്റായി. ഈ സമയത്ത് ഞാനൊരു ക്രോക്കറി ഒരു ഡിഷ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മേലെ കട്ട് ഫ്രൂട്ട്സ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടലി ഇത് സെറ്റായിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, അത് അങ്ങനെ സോക്കായി പോകുന്നില്ല, അത് മേലെ തന്നെയാണ് കിടക്കുന്നത്. കാരണം കസ്റ്റർഡ് കുറച്ച് കട്ടിയുള്ളതുകൊണ്ടാണ്. കസ്റ്റർഡ് കട്ടിയാവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും, ഈ ഫ്രൂട്ട്സ് എല്ലാം സോക്കായി പോകും. അപ്പോൾ മേലെ തന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അത് നല്ല കോരി എടുത്ത് കഴിക്കാനൊക്കെ നല്ല ഒരു സുഖമാണ്. അപ്പോൾ ഇതിനെടുത്ത് ഞാൻ നോർമൽ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെച്ചു. ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ എടുത്ത് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണമല്ലോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ മാങ്ങ കൊണ്ട് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ട്രഡീഷണൽ മാംഗോ ആണ്, വിത്തൗട്ട് ഫയർ കുക്കിംഗ്. അപ്പോൾ അത് എൻ്റെ റെസിപ്പി തനിയെ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ എൻ്റെ ബ്രദർ ഉണ്ടാക്കിയ ചിക്കൻ പെരട്ടാണത്, പെപ്പറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി റോസ്റ്റാണ് ചിക്കൻ. പിന്നെ ഇത്തരം ഐറ്റം കേട്ടോ, ബേൺഡ് ഗാർലിക് റൈസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് മന്തി തോറ്റുപോകും, മന്തി റൈസ് പോലും തോറ്റുപോകുന്ന ആ ഒരു ടേസ്റ്റിലാണ് എൻ്റെ ബ്രദറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാനല്ല. അതിൻ്റെ മേലെ കാഷ്യൂസ്, റേസിൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്, കുറച്ച് ബദാമെല്ലാം പതിക്കുന്ന നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പിയും പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ മാംഗോൻ്റെ റെസിപ്പി ഞാൻ ഒട്ടും തന്നെ ഇടാം കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ശരിക്കും വിത്തൗട്ട് ഫയർ കുക്കിംഗ് ആയതുകൊണ്ടും പെട്ടെന്ന് ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അതുടൻ തന്നെ ഈ മാംഗോ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്.
പിന്നെ അടുത്ത ഐറ്റം മഷ്റൂം കറിയാണ്. മഷ്റൂം എന്താ പറയുക, ഒരു മസാലക്കറി എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഗ്രേവി ആയിട്ട്, കാരണം ചിക്കൻ അങ്ങനെ ഗ്രേവി ഇല്ല, അത് ജസ്റ്റ് റോസ്റ്റഡ് ചിക്കൻ ആയതുകൊണ്ട് ഗ്രേവി ആയിട്ടൊരു എന്തെങ്കിലും ഒരു ഡിഷ് വേണ്ടതിന് വേണ്ടിയിട്ടാണ് മഷ്റൂം. കൂടാതെ നമുക്ക് ഫ്രൈഡ് റൈസ്. ഇത്രയും പോരെ ഒരു ലഞ്ചിന്. ഇനി ഇതിൽ കൂടുതൽ ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഈ ചൂടിൽ എത്ര നേരമല്ലേ നമുക്ക് കിച്ചണിൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്രയല്ല, ഞാൻ നിരത്തി ഇങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗസ്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ക്യാൻറ്റീനുള്ളിൽ ഇരുന്ന് പുറത്തൊക്കെ ചാടിയൊരു ഫീലാണ്. അത്രയ്ക്ക് ചൂടല്ലേ, ഇനി ഓട്ടി പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കുളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ചെയ്തത് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കുമായിരുന്നു. സർബത്ത്, ലെമൺ സർബത്ത്. അതാണ് എൻ്റെ സിഗ്നേച്ചർ. സാധാരണ ഞാൻ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടെങ്കിലും എല്ലാവർക്കും എന്താണെന്നറിയില്ല, എൻ്റെ ലെമൺ സർബത്തിനോടൊരു പ്രത്യേക ഇഷ്ടം. ഗസ്റ്റ് വന്നു കേട്ടോ. ഗസ്റ്റ് വന്നതിന് ശേഷം ഞാൻ വേഗം സർബത്ത് ഉണ്ടാക്കി അതിലേക്ക് സ്പ്രൈറ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്തൊരു പഞ്ചും കൂടെ ആക്കി കഴിഞ്ഞപ്പോൾ അത് അടിപൊളി ടേസ്റ്റായി. ഈ ലഞ്ചിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ എൻ്റെ ഫ്രൂട്ട് കസ്റ്റർഡ് ഞാൻ പുറത്തേക്ക് എടുത്തു. സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാനത് സെർവിങ് ബൗളിലേക്ക് മാറ്റണം. അങ്ങനെ ഡെസേർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കും സന്തോഷം, ഞാനും ഹാപ്പി. ഗസ്റ്റ് വരിക, ഫുഡ് ഉണ്ടാക്കുക, കുക്ക് ചെയ്യുക, ഇതുപോലെ ഡെസേർട്ട്സ് ഉണ്ടാക്കുക, ഇതെല്ലാം മനസ്സിന് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഇന്നത്തെ എൻ്റെ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.